അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങി എണീറ്റു. ഇപ്പോൾ 5:45 ആവാറായി. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു. എന്നിട്ട് ഞാൻ ബെഡൊക്കെ റെഡിയാക്കി. ഇനിയിപ്പോൾ മുടിയൊക്കെ കെട്ടണം. ഇനി ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ടേബിൾ ലാമ്പ് ചാർജ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഇതല്ല ഇതിൻ്റെ ശരിക്കുള്ള കോഡ്. ഞാൻ കുറേ തപ്പി. ഇതിൻ്റെ കോഡിന് പറഞ്ഞാൽ ചാർജിങ് കേബിളിന് കുറച്ചുകൂടി ലെങ്ത് ഉണ്ട്. അപ്പോൾ അത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് അത് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ആ ഡ്രസ്സിങ് ടേബിളിൻ്റെ അവിടെ വെച്ചു. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഇങ്ങനെ മടക്കി കെട്ടുകയാണ്. ഇപ്പോൾ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് ശരിക്കും ഉറങ്ങാൻ. ഉച്ചയ്ക്കൊക്കെ ശരിക്കും നൈറ്റായ ഒരു എഫക്റ്റാണ്. നല്ല ഇരുട്ടൊക്കെ പിടിച്ചിട്ട് നല്ല സുഖം ഉറങ്ങാൻ. അപ്പോൾ ശരിക്കും സ്കൂൾ തുറക്കാറാകുമ്പോൾ തോറും നമ്മളിങ്ങനെ ടൈമൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ കുറച്ച് വരുമ്പോൾ ഞാൻ ശരിക്കും കൂട്ടി വരികയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ മുടി ശരിക്കും കിട്ടിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ എണ്ണ തേച്ച് കെട്ടിച്ചാൽ ഞാൻ എന്നിട്ട് ഈ ഫോൺ എടുത്ത് താഴ്ത്തിക്ക് പോകുമ്പോൾ അതിൽ എണ്ണ ഒരു ഇത് പിടിക്കും. എന്നിട്ട് കൈ കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എണ്ണമായി ഉണ്ടാവും. അപ്പോൾ ഫോൺ ചിലപ്പോൾ സ്ലിപ്പായി എന്നൊക്കെ വരും. അതുകൊണ്ട് ഞാൻ എണ്ണ തേച്ചിട്ടില്ല. കിടക്കണതിൻ്റെ മുന്നേ ഞാൻ ചെറുതായിട്ട് ഞാൻ എത്ര എണ്ണ തേക്കാൻ ഉദ്ദേശിച്ചില്ല, എന്നാലും കയ്യിൽ കുറേ ആവും. അപ്പോൾ ഞാൻ പിന്നീട് ശരിക്കും എണ്ണ തേച്ച് കെട്ടാൻ വിചാരിച്ചു. എന്നിട്ട് ഞാൻ താഴെ ചെന്ന് ബ്രെഡൊക്കെ ഉണ്ട്. അപ്പോൾ അത് വേണ്ട, ഉണ്ടാക്കാനുള്ള മടി കാരണം കൊണ്ട് ഞാനിങ്ങനെ സ്മൂതി കുടിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നേരത്തെയാണ് ഉച്ചവർക്കൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റത്. എന്താ വെച്ചാൽ പൊതുവേ ഞാൻ ലേറ്റായിട്ടാണ് ഉറങ്ങുക. ഉച്ചയ്ക്ക് ലേറ്റായിട്ട് ഉറങ്ങും, ലേറ്റായിട്ട് എണീക്കും, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഞാൻ 5:45 ഞാൻ വീഡിയോ ഒന്ന് കാണിച്ചത്. ഞാൻ ശരിക്കും ഒരു 5:15 എണീറ്റു. എന്നിട്ട് കുറച്ച് നേരം ബോധമില്ലാതെ ഇരുന്നു, അങ്ങനെയൊക്കെ ഇരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് നേരത്തെയാണ്. ഇന്ന് കുറച്ച് നേരത്തെ കിടന്നുറങ്ങുകയും ചെയ്തു. അതുകൊണ്ട് നേരത്തെ എണീക്കാൻ പറ്റി. ഞാൻ എൻ്റെ റൂമിലെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ പഠിക്കാതിരിക്കാൻ പോവുകയാണ്. അപ്പോൾ സമയം ഞാൻ നോക്കിയിട്ട് വരാം. 2 മിനിറ്റ്. ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല എന്താ പഠിക്കാൻ പോകണമെന്നൊക്കെ. ഇനി ഇരുന്ന് കുറച്ച് നേരം പ്ലാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം പഠിക്കാതിരിക്കുക. അപ്പോൾ അതിന് തന്നെ കുറച്ച് ടൈം പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്കൂളിലാണെങ്കിലും കുറച്ച് ഇപ്പോൾ പഠിക്കാതിരിക്കുക എന്ന് പറയുന്ന ടൈം ഡിഫറെൻ്റാണ്, പഠിക്കാതിരിക്കാൻ പോകുന്ന ടൈം ഡിഫറെൻ്റാണ്. അപ്പോൾ എനിക്ക് കുറച്ച് സെറ്റപ്പൊക്കെ ഇപ്പോഴും ചെയ്യാനുണ്ടാവും. അതും സ്കൂളൊക്കെ തുടങ്ങിച്ചാൽ എനിക്ക് കുറച്ചുകൂടി കൂടുതൽ സെറ്റപ്പൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടും പിന്നെ എന്തൊക്കെയാണ് എഴുതാനുള്ള എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടും അങ്ങനെയൊക്കെ ടൈം പോവും. അപ്പോൾ എന്തായാലും നമുക്ക് പഠിക്കാതിരിക്കാം. ടേബിൾ ലാമ്പ് ഫുൾ ചാർജ് ആയിട്ടില്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്ലാസ് കാണാതിരിക്കുകയാണ്. ഏറ്റവും രസം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി ആ ക്ലാസ് കണ്ടു കഴിഞ്ഞു. അത് ന്യൂമറിക്കൽസിൻ്റെ ക്ലാസ് ആയിരുന്നു. അത് കണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ എഴുതി നോക്കുകയൊന്നും ചെയ്തിട്ടില്ല, പഠിക്കുക അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് എഴുതലും അപ്പോൾ പഠിക്കലും എനിക്ക് വല്ലാതിരുന്ന് മനസ്സിലാക്കേണ്ടുന്ന ആവശ്യമില്ല. അപ്പോൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ അപ്പോൾ ഈ 2ാമത്തെ വട്ടമാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റഡി ടേബിളിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനത് മാറ്റി പായ വെച്ച് താഴെ ഇരിക്കാൻ വിചാരിച്ചു. പെട്ടെന്നൊരു മൈൻഡ് ചേഞ്ച്. ശരിക്കും പറഞ്ഞാൽ ഈ സമയം സ്റ്റഡി ടേബിളിൽ ഇരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. എന്താ വെച്ചാൽ ഓൾറെഡി തണുപ്പാണ്. എൻ്റെ റൂമിൽ ഫാനും സ്റ്റഡി ടേബിളും കുറച്ച് വിട്ടിട്ടാണ്. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കാറ്റ് സൈഡിലേക്ക് കിട്ടില്ല. അപ്പോൾ ചൂടുകാലത്തൊക്കെ എനിക്ക് സ്റ്റഡി ടേബിളിൽ ഇരിക്കാൻ പറ്റില്ല. ഒരു സുഖം ഉണ്ടാവില്ല. നല്ല ചൂടായിട്ട് ഒട്ടും കാറ്റ് കിട്ടില്ല. അപ്പോൾ ബെഡിലാണ് ഞാൻ ചെന്നിരിക്കുക സ്റ്റഡി ടേബിൾ വെച്ചിട്ട്. ഈ സമയം തണുപ്പായതുകൊണ്ട് തന്നെ സ്റ്റഡി ടേബിളിൽ ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചൂട് കൊടുക്കുന്നില്ലല്ലോ, തണുപ്പല്ലേ. പക്ഷേ അങ്ങനെ സാഹചര്യം ഒത്തു വരുമ്പോൾ ഞാൻ അവിടെ ഇരിക്കില്ല. അപ്പോൾ മൈൻഡ് ചേഞ്ച് ഇതേപോലെ ഉണ്ടായിട്ട് വായൊക്കെ വിരിച്ച് ഇങ്ങനെ ഇരിക്കും. വേനൽക്കാലത്ത് പോലും ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. ഏത് നേരം ബെഡിലായിരിക്കും. ആ സമയം നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. ചൂട് കാരണം കൊണ്ട് ഒന്നും മേലടങ്ങാൻ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്റ്റഡി ടേബിൾ ഇപ്പോഴാണ് കുറച്ച് യൂസ്ഫുള്ളായി ഇങ്ങനെ വരുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ 10th-ലും 9th-ലും 8th-ലൊക്കെ ഞാൻ സ്റ്റഡി ടേബിൾ യൂസ് ചെയ്തിട്ട് തന്നെ ഇല്ല. ഞാൻ എൻറ്റയർലി ആ ബെഡ് ടേബിൾ വെച്ചിട്ട് ബെഡിലിരുന്നിട്ടാണ് പഠിക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ഈ +1 എത്തിയതിന് ശേഷമാണ് എൻറ്റയർലി ഞാൻ +1 കുറേ ഞാൻ നല്ലോണം സ്റ്റഡി ടേബിൾ യൂസ് ചെയ്തു. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ ബെഡ് ടേബിൾ വെച്ച് ഇങ്ങനെ പഠിക്കും. എന്നാലും കൂടുതലും ഞാൻ സ്റ്റഡി ടേബിളിൽ ഇരുന്നിട്ടാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ 10th, 9th, 8th എൻറ്റയർലി ഞാൻ എൻ്റെ ബെഡ് ടേബിൾ വെച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം പോലും ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൽ ഇരുന്ന് പഠിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ആ ശീലമൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മാറ്റിയെടുക്കണം. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് സ്റ്റഡി ടേബിളൊക്കെ ഇരിക്കാൻ തോന്നി ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. ഇന്ന് മുതൽ ഞാൻ ഈ സ്റ്റഡി ടേബിളിൽ ഇരിക്കാൻ തുടങ്ങിയ ചോദിച്ചാൽ +1 എത്തിയപ്പോൾ ഏതൊക്കെയോ ദിവസങ്ങൾ പതുക്കെ ഇങ്ങനെ സ്റ്റഡി ടേബിളിൽ ഇരുന്ന് തുടങ്ങി. അപ്പോൾ എല്ലാവരും പറയും ഇങ്ങനെ നമ്മൾ ബെഡിലിരുന്ന് പഠിക്കരുത്, ഉറക്കം വരും എന്നൊക്കെ പറഞ്ഞാൽ. ബെഡ് റെസ്റ്റ് ചെയ്യാനുള്ളതാണ്, അല്ലാതെ പഠിക്കാതിരിക്കുന്നത് ശരിയാണ്. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ കൂടുതലും ബെഡിലിരുന്നിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഇതുപോലെ സ്റ്റഡി ടേബിൾ ഉണ്ടെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഹോംവർക്കൊക്കെ ചെയ്യാനാണെങ്കിൽ സ്റ്റൂൾ വെച്ചിട്ട് ബെഡുമേ വെച്ചിരുന്ന് എഴുതും. അങ്ങനെയായിരുന്നു ഞാൻ ചെറുതായിരിക്കുമ്പോഴൊക്കെ ചെയ്യാറുണ്ടായിരുന്നത്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ബെഡിലൊക്കെ വെച്ച് എഴുതുന്ന കണ്ടിട്ട് എൻ്റെ അമ്മ വാങ്ങി തന്നതാട്ടെ ഈ ബെഡ് ടേബിൾ. അപ്പോൾ ഇതൊരു 6-ലോ 7-ലോ ആയപ്പോൾ വാങ്ങിയതാണ്. നല്ല യൂസ് ആയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ 7th പഠിക്കുമ്പോഴാണ് ലോക്ക്ഡൗൺ ആയത് കേട്ടോ. അപ്പോൾ 7th എൻറ്റയർലി ഓൺലൈനായിരുന്നു ക്ലാസ്. ഞാൻ പ്രൈവറ്റ് സ്കൂളിലായിരുന്നു പഠിക്കേണ്ടായിരുന്നത് സമയം. അപ്പോൾ സൂമിലും ടെലിഗ്രാമിലൊക്കെ ആയിരുന്നു ക്ലാസ്. അപ്പോൾ ആ സമയം എനിക്ക് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലാപ്ടോപ്പിൽ വെച്ചിട്ടായിരുന്നു. ലാപ്ടോപ്പിനാണെങ്കിൽ അത്യാവശ്യം പഴയ മോഡലായിരുന്നു കേട്ടോ, വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെയിറ്റൊക്കെ ഈ സ്റ്റഡി ടേബിൾ താങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല യൂസ് ആയിട്ടുണ്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതിൽ വെച്ച് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതും പൈസയ്ക്ക് വർത്ത് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ബെഡ് ടേബിൾ. അപ്പോൾ നല്ല യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആമസോണിൽ നിന്നാട്ടോ വാങ്ങിയത്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് 2-3 വട്ടം വീണിട്ട് അതൊന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ. ഇപ്പോൾ ടൈം 8:15 ആയിട്ടുണ്ട്, 8:15. അപ്പോൾ ഞാൻ കെമിസ്ട്രി നിർത്തുകയാണ്, ഇനി ബയോളജി എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇരിക്കില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ തുറക്കാറായി. ഇനി ജൂൺ 2 സ്കൂൾ തുറക്കും. ഇനി അന്ന് തന്നെ റിസൾട്ട് ആദ്യം 3 ആയിരുന്നല്ലോ, പിന്നെ അത് 2 ആക്കിയില്ലേ. അപ്പോൾ അന്ന് എനിക്ക് ലൈവ് റിസൾട്ട് റിയാക്ഷൻ എടുക്കണം എന്നൊക്കെ ഉണ്ട്. പറ്റുമെന്ന് അറിയില്ല. എന്ത് റിസൾട്ട് ആയാലും ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ടെൻഷനുണ്ട്. SSLC ചെയ്ത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ശരി തന്നെയാണ്. കുറേ പേര് പറഞ്ഞിട്ട് എങ്ങനെ എന്തിനാ SSLC വെച്ച് കമ്പയർ ഉണ്ടായെന്ന്. ശരിയാണ്. പക്ഷേ നമ്മുടെ ടെൻഡൻസി നമ്മൾ കഴിഞ്ഞ പോലെ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരിത്. അപ്പോൾ ടെൻഷനുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ ടൈം എനിക്കറിയില്ല. ജൂൺ 2 1 മണിക്കാണോ അതോ 3 മണിക്കാണോ എനിക്കറിയില്ല. ഓരോരുത്തരും ഓരോ പോലെ പറയണം. ഇനി സൈറ്റിൽ കയറി നോക്കണം. അതിൽ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാൻ ചെന്ന് കമൻറ്റ് അറിയിക്കുക. പിന്നെന്താ, അപ്പോൾ ലൈവ് റിസൾട്ട് റിയാക്ഷൻ എടുക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ രജിസ്റ്റർ നമ്പർ എനിക്ക് മാത്രമേ അറിയുള്ളൂ. എൻ്റെ സ്കൂളിലെ 2-3 ഫ്രണ്ട്സിന് അറിയുണ്ടാവും, പക്ഷേ വേറെ ആർക്കും അറിയില്ല. വീട്ടിൽ പാരൻസിനൊന്നും അറിയില്ല, അമ്മയ്ക്ക് അച്ഛനൊന്നും അറിയില്ല. ആർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് SSLCക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ആർക്കും എൻ്റെ രജിസ്റ്റർ നമ്പർ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ +1 രജിസ്റ്റർ നമ്പർ പറയുമ്പോൾ കുറച്ചുകൂടി കുറച്ചുകൂടി ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കില്ല. മറ്റേ 10th ഒക്കെ ആണെങ്കിൽ എനിക്ക് ഓർമ്മ ഉണ്ട്, വേഗം 6 ഡിജിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇത് കുറച്ചുകൂടി ഡിജിറ്റ്സ് ഉണ്ടാവും, എൻ്റെ ഓർമ്മയിൽ നിൽക്കണമില്ല. അപ്പോൾ ഞാൻ രജിസ്റ്റർ അതല്ലേ ഹോൾ ടിക്കറ്റ്, അതിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ച് വെക്കുകയല്ല, ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒളിപ്പിച്ച് വെച്ച സ്ഥലം ഇപ്പോൾ ഓർമ്മയില്ല. ഇനി അത് തപ്പി കയ്യിൽ വെക്കണം എവിടെയെങ്കിലും. പക്ഷേ പുറത്ത് വെച്ച് ആരും കാണില്ല, അതുകൊണ്ട് ഞാൻ അത് അവിടെ തന്നെ വെച്ചിരിക്കുന്നത്. എനിക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ രജിസ്റ്റർ നമ്പർക്ക് ഏതെങ്കിലും ബുക്കിൽ എഴുതി വെച്ച് ഇവിടെ ചോദിച്ചാൽ ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെ ഞാൻ മറന്നു പോകും. അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്ന് കിടക്കണതിൻ്റെ മുന്നേ എനിക്ക് എൻ്റെ ഹോൾ ടിക്കറ്റ് ഒന്ന് കണ്ടുപിടിക്കണം. ഇപ്പം നമുക്ക് വീണ്ടും പഠിക്കാതിരിക്കും. ഞാൻ ഇടയിലൊന്ന് ബ്രേക്ക് എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇത്രയും നേരം കെമിസ്ട്രി ആയിരുന്നു പഠിക്കേണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെയാണ് ഞാൻ ന്യൂമറിക്കൽസ് പഠിച്ചിട്ടില്ല പറയണ്ടായിരുന്നു, എഴുതിയിട്ടില്ല എന്നൊക്കെ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അടുത്തത് ബയോളജിയാണ് എടുക്കേണ്ടായിരുന്നത്. ഞാൻ അപ്പം തന്നെ എടുത്തില്ല. അമ്മ അപ്പോഴേക്കും ഇങ്ങനെ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ പോയിട്ടോ താഴത്തേക്ക്. ഇത് കടയിൽ നിന്ന് വാങ്ങണതല്ല, ഇങ്ങനെ നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാംഗോസ് ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്ത് അതും തണുപ്പിച്ചിട്ടൊക്കെ ഞാൻ കഴിക്കേണ്ടായിരുന്നു ഈ മാങ്ങയൊക്കെ. അതും രാത്രി വേറൊരു ചടങ്ങുണ്ട്, ഐസ് വാട്ടർ കുടിക്കില്ല. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം, ഞാൻ എപ്പോഴും രാത്രി ഐസ് വാട്ടറൊക്കെ കുടിക്കുന്ന ആളാണ്. ഞാൻ എപ്പോഴും വീഡിയോസിലും കാണിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ തണുപ്പാണെങ്കിലും ഫാൻ വേണം, തണുത്ത സാധനങ്ങളും കഴിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണാലിറ്റിക്ക്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അറിയാതെ താഴെ ഒറ്റ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല വെള്ളം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ബയോളജി പഠിക്കാനിരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു പഠിത്തം എവിടെ വരെ എത്തി, ചാപ്റ്റേഴ്സൊക്കെ എത്രയായി എന്നൊക്കെ. ചാപ്റ്റേഴ്സ് എത്രയായിന്നൊന്നും ചോദിക്കാൻ അത്ര ആയിട്ടില്ല. എൻ്റെ പറഞ്ഞ എല്ലാ സബ്ജക്ട്സിൻ്റെയും ചാപ്റ്റേഴ്സ് ഓരോന്ന് ഇതിങ്ങനെ പകുതി എത്തിച്ചിട്ടേ ഉള്ളൂ. അല്ലാതെ ഒന്നിൻ്റെയും ഞാൻ തീർത്തിട്ടില്ല. ഇംഗ്ലീഷ് ഹിന്ദി ഞാനിങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്യുക പറഞ്ഞാൽ ജസ്റ്റ് വായിക്കുകയുള്ളൂ, ഞാൻ അല്ലാതെ പഠിക്കാതിരിക്കുന്നില്ല. ഞാൻ അത് എപ്പോഴും പഠിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ലെസൺ വായിക്കുകയാണ് ചെയ്യുക, പിന്നെ കിട്ടിക്കോളും. പിന്നെ എക്സാം ആകുമ്പോഴാണ് പഠിക്കുക. ഇംഗ്ലീഷും ഹിന്ദിയും അത് ഞാൻ ഹിന്ദിയായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ മാത്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. മാത്സ് ഒരു സ്റ്റഡി വിത്ത് മീ വീഡിയോ ഞാൻ ലാസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ അതിൽ കുറച്ചുകൂടി NCERT ക്വസ്റ്റൻസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം ചെയ്തു. അപ്പോൾ ഞാൻ നോട്ട്സ് എവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻറ്റയർലി എക്സാമിൻ്റെ നോട്ട്സിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ സ്കൂളിൽ തരുന്ന നോട്ട്സ് ഞാൻ ചെയ്യും. അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസൊക്കെ ഞാൻ ഡയറിയിലേക്ക് മാറ്റി എഴുതുന്നു. സ്കൂൾ നോട്ട് പറയുന്നത് ജസ്റ്റ് ഒരു ചടങ്ങിന് മാത്രമാണ്. പിന്നെ ഞാൻ ഡയറിയിലാണ് എല്ലാം എഴുതി വയ്ക്കുക. ഡയറിയാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. അവിടെ നിന്നൊക്കെ നോക്കി എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം ഞാൻ ഡയറിയിൽ എഴുതി വയ്ക്കും. പിന്നെ ഞാൻ നൈറ്റ് ഫുഡ് കഴിച്ചു, ഒരു വെജ് ബിരിയാണി അല്ല, വെജ് റൈസ് എന്നൊക്കെ പറയാം, അതായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസിന് ടോപ്പിക്കൊക്കെ മൈൻഡിലുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ. എനിക്ക് കണ്ടൻറ്റ് ക്ഷാമമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ തന്നെ പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.